പരമാധികാരിയായി വന്നുപോയിരുന്ന കുറവിലങ്ങാട് കന്യാസ്ത്രീ മഠത്തിൽ ബലാത്സംഗ കേസിലെ പ്രതിയായാണ് ഇന്ന് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലെത്തിയത്. കുറ്റാരോപിതനായി മഠത്തിലെത്തിയപ്പോൾ ഫ്രാങ്കോയെ എതിരേറ്റത് കൂക്കിവിളികളും പരിഹാസവുമാണ്. 2014 മെയ് മാസം 5-ാം തീയതി ഫ്രാങ്കോ മുളയ്ക്കൽ കുറവിലങ്ങാട് മിഷണറീസ് ഓഫ് ജീസസ് കന്യാസ്ത്രീ മഠത്തിലെത്തിയിരുന്നു. ജലന്ധർ രൂപതയുടെ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ അന്ന് എല്ലാ അധികാരത്തോടെയുമാണ് ഇവിടെ താമസിച്ചത്. ഈ അധികാരം ഉപയോഗിച്ച് തന്നെയാണ് ബലാത്സംഗം ചെയ്തതെന്ന് കന്യാസ്ത്രീ പരാതിയിലും ഉന്നയിച്ചിട്ടുണ്ട്. പരമാധ്യക്ഷന്റെ സുഖസൗകര്യങ്ങളിൽ ഇവിടെ കഴിഞ്ഞിരുന്ന ഫ്രാങ്കോ വീണ്ടും ഒരിക്കൽ കൂടി മഠത്തിലേക്കെത്തി. ബലാത്സംഗ കേസിൽ കുറ്റാരോപിതനായ ഫ്രാങ്കോ മുളയ്ക്കലിന് ഇന്ന് പക്ഷേ ബിഷപ്പിന്റെ അധികാരങ്ങളോ സൗകര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. തെളിവെടുപ്പിന് ശേഷം പുറത്തേക്ക് കൊണ്ടുവന്ന ഫ്രാങ്കോ മുളയ്ക്കലിനെ കൂടുനിന്ന ആളുകൾ സ്വീകരിച്ചത് ഇങ്ങനെയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലും പാലാ കോടതിയിലും ഫ്രാങ്കോയ്ക്ക് നേരെ കൂക്കിവിളികളും പരിഹാസവും ഉണ്ടായിരുന്നു. ഇതുകൂടി മുന്നിൽ കണ്ട കോട്ടയം പോലീസ് ക്ലബിൽ നിന്നും മഠത്തിലേക്കുള്ള യാത്രയിലും കന്യാസ്ത്രീ മഠത്തിലും പോലീസ് കനത്ത സുരക്ഷയൊരുക്കി. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ നേരത്തെ ഈ മഠത്തിലേക്ക് എത്തുമ്പോൾ ആളുകൾ കാത്തുനിൽക്കുന്നത് കൈമുത്താനും ആശീർവാദം സ്വീകരിക്കാനുമായിരുന്നു. പക്ഷേ ഇന്നുള്ള കാത്തുനിൽപ്പ് പരിഹസിക്കാനും കൂക്കി വിളിക്കാനുമാണ്. കുറവിലങ്ങാട് നിന്നും ക്യാമറ പേഴ്സൺ രഞ്ജിത്തിനൊപ്പം ബിനിൽ സാബു, മീഡിയ 1.